ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കുറച്ച് പേരെ എൻ്റെ അടുത്ത് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മേക്കപ്പ് പ്രോഡക്റ്റ്. ഞാൻ എപ്പോഴും കാണിക്കുന്ന അതേ പ്രോഡക്റ്റുകൾ തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല കേട്ടോ. എന്നാലും പുതിയതായിട്ട് വന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു വീണ്ടും വീണ്ടും പ്രോഡക്റ്റ് കാണിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയുമെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതും ഒരു 7-8 മിനിറ്റിനകത്താണ് ഉള്ളൊരു വീഡിയോ ആണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇന്ന് ഞാൻ ഷോർട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് സൈഡിൽ കാണിക്കുകയും ചെയ്യാം, അതോടൊപ്പം യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവുകയും ചെയ്യാം. അങ്ങനെ വിചാരിച്ചു. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് പ്രൊഡക്റ്റുകൾ അങ്ങനെ മാറിയും തിരിഞ്ഞ് യൂസ് ചെയ്യില്ലാന്ന്. അപ്പോൾ എപ്പോഴും ഞാനൊരു സൺസ്ക്രീൻ ആണെങ്കിലും അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ആണെങ്കിലും അങ്ങനെ സ്കിൻ കെയറിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്താറില്ല കേട്ടോ. ഞാൻ മേക്കപ്പിൽ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക്, ഫൗണ്ടേഷൻ അങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയാലും ഈ ബേസ് സാധനങ്ങളിൽ വലുതായിട്ട് ഞാനങ്ങനെ കളിക്കാറില്ല. ബേസ് മീൻസ് ഈ സ്കിൻ കെയർ ബേസ് സാധനങ്ങളിൽ ഞാൻ അങ്ങനെ വലുതായിട്ട് കളിക്കാറില്ല. എനിക്ക് പേടിയാണ്. പിന്നെ എനിക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെല്ലാണ്. അപ്പോൾ ഇത് നമ്മൾ സെൻസിറ്റീവ് സ്കിന്നുകാർക്കും അല്ലെങ്കിൽ ഒരുവിധം എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു മോയ്സ്ചറൈസറാണ്. നമുക്ക് എന്താണ്, ഒരു ജെൽ ബേസ്ഡ് കൺസിസ്റ്റൻസിയാണ് ഇതിന്. ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല കംഫർട്ടബിൾ ആണ്, ഭയങ്കര ഒരു കൂളിംഗ് ആണ്. അപ്പോൾ നല്ലതാണ്. മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം നമ്മൾ ഫൗണ്ടേഷൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് ബ്ലെൻഡ് ആവാൻ സഹായിക്കും. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഫൗണ്ടേഷൻ ഇടുക എന്നുണ്ടെങ്കിൽ നമുക്കത് അത്ര വർക്ക് ആകത്തില്ല. കാരണം വെച്ചാൽ ഒരു പാച്ച് കണക്ക് കിടക്കും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഫേസ് പ്രെപ്പ് ചെയ്യണം. അപ്പോൾ പ്രെപ്പ് ചെയ്യണതിന് സ്കിൻ കെയർ ചെയ്യണം. അപ്പം ഞാൻ ചെയ്യണ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും, അതിനുശേഷം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. ഇത് രണ്ടുമാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യണത്. ഇപ്പം ഞാൻ ടോണറോ ഒന്നും അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല. ഇത് രണ്ടും മാത്രമാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ഇത് ഓയിലൊന്നും ഇല്ലാത്ത നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ. എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഗ്ലോയി ഡ്യൂയി അങ്ങനത്തെവർക്ക് ഇത് അത്ര ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ പിമ്പിൾസ് ഒന്നും, അത് പിമ്പിളൊക്കെയാണ്, എപ്പോഴും ആക്നെ പ്രോൺ സ്കിന്നുകാരാണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഓയിലാണ്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഫസ്റ്റ് നന്നായിട്ട് യൂസ് ചെയ്യും. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ എടുത്ത് തന്നെ ഫേസും കഴുത്തിലും ഒക്കെ നന്നായിട്ട് ബ്ലെൻഡ് ആക്കി വെക്കും. ഫേസ് നമ്മൾ മോയ്സ്ചറാക്കി വെക്കുന്ന സമയത്ത് ലിപ്പിലും കൂടെ നമ്മൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ ലിപ് ബാമോ എന്തെങ്കിലും അപ്ലൈ ചെയ്യണം. അപ്പോഴേ നമുക്കത് പാച്ച് ഇല്ലാതെ അല്ലെങ്കിൽ ഇങ്ങനെ ചാപ്സ് ആവാതെ നിൽക്കത്തുള്ളൂ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോൾ. നമ്മൾ സ്കിൻ കെയർ എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫേസിൽ ഒരുപാട് പോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പ്രൈമർ എന്ന് പറയുന്നത് ഒരു സിലിക്കോൺ ബേസ്ഡ് പ്രൈമർ ആണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഫിനിഷ് കിട്ടും. ഫൗണ്ടേഷൻ ഇടുമ്പോഴത്തേക്കും നന്നായിട്ട് ബ്ലെൻഡായിട്ട് പോകാനും ഒക്കെ. അതായത് നമുക്കിപ്പോൾ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിവർത്താനും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ അത്ര അറിയാൻ പറ്റില്ല. ഇവിടെ എനിക്ക് നല്ലപോലെ വരകളുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരകളുള്ളവർക്ക് ഫൗണ്ടേഷൻ ഇതിൻ്റെ പുറത്തൂടെ ഇടാം. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കയറി ഇരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ പ്രൈമർ അവിടെ നല്ലതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോഴത്തേക്കും നന്നായിട്ട് ഒരു ബ്ലറായിട്ട് ഇരിക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള യൂസസിനാണ് ഈ ഒരു പ്രൈമർ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണം. ഈ ഒരു ഫൗണ്ടേഷൻ ഉണ്ടോ, ഇത് കുറച്ച് ഡേർട്ടി ആയിട്ട് ഇരിപ്പുണ്ട് എൻ്റെ ഫ്രണ്ടൊക്കെ. ഇതും ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. മേബിലിൻ്റെ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ ഷെയ്ഡൊക്കെ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ കുറേ നാളുകളായിട്ട് ഞാൻ യൂസ് ചെയ്യണം. ഏതൊക്കെ ഫൗണ്ടേഷൻസ് വാങ്ങിച്ചാലും എനിക്ക് ഇതാണ് പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ സ്കിന്നിൽ വരുന്നത് കേട്ടോ. അതായത് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത് എൻ്റെ സെയിം അതേ ഷെയ്ഡ് തന്നെ കിട്ടുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ പറയാം. ഇപ്പോൾ കാണുന്നതിനേക്കാളും ഒരു പൊടിക്ക് സ്കിന്നിന് കുറച്ചൊന്ന് ഒരു ഷെയ്ഡ് കുറവാണ് എനിക്ക്. അതായത് നമ്മൾ ലൈറ്റ് ഇട്ടിരിക്കുമ്പോൾ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് കാണിക്കും. അപ്പോൾ അതിനേക്കാളും ഒരു പൊടിക്ക് കുറവാണ്. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഷെയ്ഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ആരുടെ വീഡിയോ കണ്ടാലും എന്താണ്, ആ കാണിക്കുന്നതിനേക്കാളും ഒരു പൊടിക്ക് കുറവായിരിക്കും അവരുടെ സ്കിൻ ഷെയ്ഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റ് ഇരിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ബ്രൈറ്റപ്പ് ആക്കി കാണിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഷെയ്ഡാണ് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. ഇതും നമ്മൾ എടുക്കുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുക്കുക. എന്നിട്ട് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് ഡോട്ട് ചെയ്ത് കൊടുക്കുക. ഡോട്ട് ചെയ്ത് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ മാത്രം പിന്നെ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ആദ്യമേ കുറേ എടുത്ത് ഇങ്ങനെ ഡാബ് ചെയ്ത് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഒരുപാട് സമയം ഇരുന്ന് ബ്ലെൻഡ് ചെയ്ത് അങ്ങനെ എടുക്കണമെന്നില്ല. അത്യാവശ്യം നല്ല ടൈം എടുത്ത് തന്നെ ബ്ലെൻഡ് ചെയ്യണം. നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയാണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ഒരുപാട് ക്വാണ്ടിറ്റി എടുത്തിട്ട് അപ്ലൈ ചെയ്യാതിരിക്കുക കേട്ടോ. അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. അതുപോലെ നമ്മൾ ഒരു ഷൂട്ടിന് വേണ്ടിയൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് കൂടുതൽ പ്രോഡക്റ്റ് ഇടേണ്ടി വരും. വളരെ നാച്ചുറൽ ആയിട്ടുള്ള, അതായത് നമുക്ക് ഡെയിലി വേറെ പോയി വരാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് മേക്കപ്പ് ഒന്നും ഇടാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഒന്ന് എന്താണ് ഫേസിനെ ഒന്ന് ആംബപ്പ് ചെയ്ത് കാണിക്കാൻ വേണ്ടി അങ്ങനെ മാത്രം മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു രീതി ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. ഇതൊരു ബിഗിനറിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇതൊക്കെ പറയുന്നത്. ഒരുപാട് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഈ ഒരു വീഡിയോ അത്ര യൂസ്ഫുൾ ആയിരിക്കത്തില്ല.
എന്നാലും എൻ്റെ ഒരു വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു മേക്കപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം കേട്ടോ. കാരണം ഇതേ സെയിം രീതിയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി അടുത്തത് ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ കിറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് മെസ്സായിട്ടിരിക്കുകയാണ്, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ പുറത്തൊക്കെ കുറച്ച് പൊടിയും അങ്ങനെ ഇരിക്കുകയാണ് ഐഷാഡൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു പിക്ക് ഞാൻ കാണിക്കാം ഇവിടെ. ഓക്കെ, ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഐബ്രോ ആയിട്ടും ഐഷാഡായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ബിഗിനേഴ്സിന് അടിപൊളിയാണ് കേട്ടോ. അതായത് ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് തോന്നത്തേ അല്ല, വളരെ നാച്ചുറൽ ഫിനിഷ് ആയിട്ടേ തോന്നത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിന് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇങ്ങനൊരു ആംഗുലർ ബ്രഷാണ് വേണ്ടത്. ഇങ്ങനെ ഒന്ന് ചരിഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഒരു ആംഗുലർ ബ്രഷാണ് ഇത് നമ്മൾ ഐബ്രോ വരയ്ക്കാൻ വേണ്ടി വേണ്ടത്. അതായത് നമ്മളിങ്ങനെ ഫുൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബ്രഷ് വെച്ച് വരയ്ക്കുമ്പോൾ ആ ഒരു ഫിനിഷ് കിട്ടത്തില്ല. അപ്പോൾ ആദ്യം ഈ ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ ഔട്ടർ ലൈൻ വരയ്ക്കണം. ഔട്ടർ ലൈൻ വരയ്ക്കുമ്പോഴും നമ്മളത് ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് ഫില്ല് ചെയ്ത് ഡാർക്കൻ ചെയ്തതിന് ശേഷം പിന്നെ ഈ അറ്റത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പിന്നെ ഭയങ്കര മിടിക്കുകയൊന്നുമില്ല ഐബ്രോ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കുറച്ച് പേരൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഞാൻ വരയ്ക്കണത് ശരിയല്ല എന്ന്. ഇപ്പോൾ ശരിയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ശരിയായിട്ടുണ്ടായില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗുലർ ബ്രഷ് വെച്ചിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സിസ് ബ്യൂട്ടിയുടെയൊക്കെ പെൻസിൽ കിട്ടും വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതും നല്ലതാണ് കേട്ടോ. അത് നമ്മൾ നല്ല എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ അത് വെച്ച് വരച്ചാലും മതി. അടുത്ത് ബ്ലഷിൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ്. പക്ഷേ എനിക്കത് ലിപ്പിലിടുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ലിപ്പിനും ചീക്കിനും കൂടെ വേണ്ടിയിട്ടുള്ളത് വാങ്ങിയിട്ടുണ്ട്, ഞാനും കാണിച്ചിട്ടുണ്ട്. പക്ഷേ ലിപ്പിലിടുമ്പോൾ അത് അങ്ങനെ അധികം ലോങ് ലാസ്റ്റ് ചെയ്യാറില്ല. ഇപ്പം നമ്മൾ ഡെയിലി ബേസിസിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പ് അല്ലേ പറയുന്നത്. അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ ജോലിക്ക് പോകുന്നവർ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നവരൊക്കെ ഇടുന്നതാകുമ്പോഴത്തേക്കും നമുക്ക് ആ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ഒക്കെ അധികം സമയം ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഞാൻ ഇവിടെ ലിപ്പിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സെയിം ലിപ്സ്റ്റിക്ക് തന്നെയാണ് ബ്ലഷ് ആയിട്ടും അപ്ലൈ ചെയ്തിട്ടുള്ളത്, ഐഷാഡായിട്ടും അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതായത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് പെട്ടെന്ന് രാവിലെ ഇറങ്ങുമ്പോൾ ചടപടയെ ഒരുങ്ങി പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഒരുങ്ങണം രീതിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം, ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ അത് ചീക്കിലും ഐയിലും ഒക്കെ എല്ലാ ലിപ്സ്റ്റിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അങ്ങനെയുള്ളതും ഉണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന ലിപ്സ്റ്റിക്കുകൾ, അതായത് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ ലിപ്സ്റ്റിക്കുകളൊക്കെ നിങ്ങൾ സാധാരണ കൊച്ചു കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ലിപ്സ്റ്റിക്കുകളൊക്കെ ലോക്കലായിട്ട് നിന്നൊക്കെ കുറേ ലിപ്സ്റ്റിക്കുകൾ കിട്ടത്തില്ലേ. അപ്പോൾ അതിലൊക്കെ ലെഡിൻ്റെ അംശം കൂടുതലുണ്ടോ നോക്കുക. അങ്ങനെ അതായത് നിങ്ങളിടുമ്പോൾ അത് അറിയാൻ പറ്റും. അത് ഇടുമ്പോഴത്തേക്കും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് വരും, അല്ലെങ്കിൽ കവിളിൻ്റെ ഇവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഇരുണ്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യരുത്. നിങ്ങൾ ഡയറക്റ്റ് ലിപ്പ് ആൻഡ് ചീക്കിൻ്റെ തന്നെ വാങ്ങിച്ച് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല ബെറ്റർ ക്വാളിറ്റി ഉള്ള സാധനം വാങ്ങിക്കുക. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത നൈക്കയുടെയാണ്. എനിക്കങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യരുത്. അത് നമ്മൾ ചീക്കിന് അപ്ലൈ ചെയ്യേണ്ട സാധനം തന്നെ, ബ്ലഷ് തന്നെ അപ്ലൈ ചെയ്യാൻ വേണം. അതുപോലെ നമ്മൾ ലിപ്പിന് അപ്ലൈ ചെയ്യേണ്ട ലിപ്സ്റ്റിക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ വേണം, പ്രശ്നങ്ങളുള്ള ആൾക്കാർ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു നൈക്കയുടെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇവിടെ ഷെയ്ഡ് കൊടുക്കാം. ഞാൻ മിക്ക വീഡിയോസിലും ഈ ഷെയ്ഡ് ഇടുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് ഏത് ഷെയ്ഡാണ്. അങ്ങനെ ഞാൻ ഷോർട്സ് ഇട്ടു, പക്ഷേ ഷോർട്സ് ആരും കണ്ടില്ല. ഇതാണ് ആ ലിപ്സ്റ്റിക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓക്കെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കേ. ഓക്കെ, അപ്പം ഇത് ഇങ്ങനെ ഫുള്ളിങ്ങനെ വരയ്ക്കാതെ ഫസ്റ്റ് ഇതിൻ്റെ ആ ഒരു ടിപ്പില്ല, എൻ്റെ ആപ്ലിക്കേറ്റർ വെച്ചിട്ട് അതിൻ്റെ ടിപ്പ് വെച്ചിട്ട് ചുണ്ടിൻ്റെ ആ ഒരു ഔട്ടർ ലൈൻ ഇങ്ങനെ വരച്ചെടുക്കും. എന്നിട്ടാണ് ഞാൻ പിന്നെ ഫില്ല് ചെയ്യേണ്ടത്. ലിപ്പ് ലൈനർ ഇല്ലാതെ തന്നെ നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് വരച്ചെടുത്തിട്ട് ഇത് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അകത്തോട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ലിപ്പ് ലൈനർ വരയ്ക്കുന്നവർക്ക് അതും ചെയ്യാം. അല്ലാതെ ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരു തട്ടിക്കൂട്ടൊരുക്കമില്ലേ, അങ്ങനെ ഒരുങ്ങാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇത് വെച്ചിട്ട് തന്നെ സൈഡ് ഫുള്ളൊന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്ന് അപ്ലൈ ചെയ്യുക, ഫില്ല് ചെയ്യുക. അപ്പം അതിനുശേഷം പിന്നെ ഞാൻ കണ്ണിൽ കാജൽ അപ്ലൈ ചെയ്യുന്നത്. കാജൽ അപ്ലൈ ചെയ്തതിന് എപ്പോഴും എനിക്ക് ഇങ്ങനെ ഒരു സ്മോക്കി ഐ ആണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ കൂടുതലും അങ്ങനത്തെ ഒരു ലുക്കാണ് പിടിക്കാറുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഒരു റെഡ് ടിൻ്റ് അല്ലെങ്കിൽ ഒരു പിങ്ക് ടിൻ്റ് കണ്ണിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കും. അതേ ടിൻ്റ് തന്നെ കണ്ണിൻ്റെ താഴെയും ഇങ്ങനെ അപ്ലൈ ചെയ്യും. അതിനുശേഷം നന്നായിട്ടത് ബ്ലെൻഡ് ചെയ്യും. അതിനുശേഷം പിന്നെ കാജൽ വരയ്ക്കും. കണ്ണിൻ്റെ മുകളിൽ വരയ്ക്കും, അപ്പർ വാട്ടർ ലൈനിലും ലോവർ വാട്ടർ ലൈനിലും വരയ്ക്കും. അതിനുശേഷം അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു ഐബ്രോ വെച്ചിട്ട് കാജൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. കാജൽ ഞാൻ ഇവിടെ കാണിക്കുന്ന പ്ലം ആണ്. ഇത് അത്ര നല്ലതല്ല കേട്ടോ. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഫേസസ് കാനഡയുടെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു റെഡ് കളർ. അതിപ്പോൾ എൻ്റെ കയ്യിൽ തീർന്നു പോയി. എനിക്കിനി അത് വാങ്ങിയത് നല്ലതാണെന്ന് വിചാരിച്ചിട്ടായിരുന്നു വാങ്ങിയത്. പക്ഷേ അത് ഞാൻ യൂസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യണമെന്ന് തോന്നുന്നു. എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല.
അത് കുറച്ചുകൂടെ നല്ല ജെറ്റ് ബ്ലാക്ക് ആയിട്ട് കിട്ടുന്നുണ്ട്, നന്നായിട്ട് ഒറ്റ സ്ട്രോക്കിൽ തന്നെ നല്ല ഡീപ്പ് ബ്ലാക്ക് ആയിട്ട് കിട്ടും. അത് കുറച്ചുകൂടെ ബെറ്ററാണ്. ഞാൻ ഇവിടെ പിക്ക് എവിടെയെങ്കിലും കാണിക്കാം. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ വരയ്ക്കും ഞാൻ പറഞ്ഞ ഒരു രീതിയിൽ. അതിനുശേഷം പിന്നെ മസ്കാര ഇട്ട് കൊടുക്കും. മസ്കാരയും ഇതും എനിക്ക് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നി, കൊള്ളാം, നല്ലതാണ്. പക്ഷേ മെയ്ബിലിൻ്റെ കൊളോസൽ മസ്കാര അതും നല്ലതാണ് കേട്ടോ. അത് ഡെയിലി വെയറായിട്ട് അപ്ലൈ ചെയ്യാൻ നല്ലതാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അങ്ങനെ ഭയങ്കര വെയിറ്റ് ആയിട്ട് തോന്നത്തില്ല, നല്ല കേൾസും വരുന്നുണ്ട്, നന്നായിട്ട് കേളായിട്ട് നിൽക്കുന്നുണ്ട്, നല്ല ഇങ്ങനെ വിട്ട് നിൽക്കുക, അതായത് പീലികളെല്ലാം കൂടെ ഒട്ടി ഇങ്ങനെ നിൽക്കാൻ നല്ല വിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ അത് നല്ല നമുക്ക് ഡെയിലി വെയറിന് എനിക്ക് അതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ലോറിയലിൻ്റെ ലാഷ് പാരഡൈസ് മസ്കാര അതും നല്ലതാട്ടോ. അതും നല്ലതുപോലെ ലോങ് ലാസ്റ്റ് ചെയ്യും. അത് നമ്മൾ അത്യാവശ്യം പാർട്ടി അങ്ങനെ ഫെസ്റ്റീവ് ഒരു വൈബൊക്കെ വരുമ്പോൾ അത് കിടലാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ കംഫർട്ടബിൾ ആണെങ്കിൽ അങ്ങനെ ഇടാം. പക്ഷെ ഞാൻ പറഞ്ഞത് മറ്റേ കൊളോസലിൻ്റെ ആകുമ്പോഴത്തേക്കും അത്ര ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷെ നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും അതിന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചൂസ് ചെയ്യാം. ഇനി അടുത്ത് എല്ലാവരും ചോദിക്കണം ഞാൻ ഏത് ഹൈലൈറ്ററാണ് യൂസ് ചെയ്യണേന്നാണ്. ഞാൻ പേർപ്പിളിൻ്റെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യണം കേട്ടോ. ഇത് ഭയങ്കര അടിപൊളി ഹൈലൈറ്ററാണ്. ഞാൻ ഒരുപാട് ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് പേഴ്സണലി ഇഷ്ടം, അതായത് ഭയങ്കര ചങ്കി പാർട്ടിക്കിൾസ് ഒന്നുമില്ല, ഭയങ്കര നാച്ചുറലായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു പേർപ്പിളിൻ്റെയാണ്. ഇത് 2 ഷെയ്ഡുണ്ട്, പിങ്കും ഉണ്ട് ഗോൾഡും ഉണ്ട്. ഞാൻ അണ്ടർടോണിൽ പറഞ്ഞുകൊണ്ട് എനിക്ക് കൂടുതലും എനിക്കിഷ്ടം ഈ ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ. ഇത് ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന കണ്ടോ, ഒരു ഫിനിഷ് കണ്ടോ, ആ ഒരു നാച്ചുറൽ ഫിനിഷിൽ നമുക്ക് കിട്ടും. ഇത് ഇട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അറിയത്തില്ല. ചില പാർട്ടീസിലൊക്കെ പോകുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റുമായിരിക്കും, ഭയങ്കരമായിട്ട് ഗ്ലിറ്റർ ഇങ്ങനെ ഇടന്ന് മുഖത്ത് തിളങ്ങും. അതായത് നമ്മൾ പണ്ട് ഫെയർവെൽ പാർട്ടിക്കൊക്കെ സ്കൂളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഗ്ലിറ്ററൊക്കെ അടിച്ചു കൊടുക്കൂലേ, അതുപോലെ തിളങ്ങും. അതായത് ഭയങ്കര കട്ടിയായിട്ട് കിടക്കും ചിലരുടെ ഫേസിൽ. അത് ശരിക്കും പറഞ്ഞാൽ ചിലർക്ക് ഇപ്പം അങ്ങനെ ഇഷ്ടമാണ്, അങ്ങനത്തെ ഒരു ടൈപ്പ് മേക്കപ്പ് ഉണ്ട് താനും. പക്ഷെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഇത് വളരെ നാച്ചുറലായിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിരിക്കും, അങ്ങനെ ഇരിക്കും എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ കാണുമ്പോൾ നമ്മൾ മിനിക്ക് പക്ക നമ്മൾ ലോക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മിനിക്കില്ലേ, അത് വാങ്ങിച്ച് മുഖത്ത് ഇട്ടത് കണക്കിരിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു ഫീലും ഇല്ലാതെ നന്നായിട്ട് സ്കിന്നുമായിട്ട് നന്നായിട്ട് വളരെ നാച്ചുറൽ ഫിനിഷായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഹൈലൈറ്ററാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് തവണ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യണത്. ഞാൻ ഷുഗറിൻ്റെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് മുമ്പ്. ഷുഗറിൻ്റെ നല്ലതാണ്, പക്ഷേ ഷുഗറിനെക്കാട്ടിലും എനിക്കിഷ്ടം ഈ ഒരു പേർപ്പിളിൻ്റെ ആണ് കേട്ടോ. ഇത് ഇത്രയാണ് ഞാൻ യൂസ് ചെയ്യണ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ. ഓയിലി സ്കിന്നുകാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പൗഡർ യൂസ് ചെയ്യാം, അതായത് ലൂസ് പൗഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. എനിക്ക് അങ്ങനെ വലിയ സ്വെറ്റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ പുറത്തുകൂടെ ഞാൻ ഇങ്ങനെ സെറ്റിംഗ് സ്പ്രേ ഒന്നും അടിക്കുന്നത് വളരെ കുറവാണ്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ വെറുതെ ചെയ്യാത്ത കാര്യം ഇങ്ങനെ വീഡിയോയിൽ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കാത്തത്. പിന്നെ ഒരുപാട് നേരം ലോങ് ലാസ്റ്റ് ചെയ്യണം, അതായത് ഇപ്പോൾ രാവിലെ തുടങ്ങി ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങി രാത്രി നൈറ്റ് 12 മണി വരെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യണത് കൊണ്ട് എന്നെ പോലത്തെ ഒരു സ്കിൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ടൈപ്പാണ്, എൻ്റെ സ്കിൻ ടൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല കേട്ടോ. അല്ലാതെ ഇട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ മേക്കപ്പൊക്കെ ഭയങ്കരമായിട്ട് വിയർത്ത് പോകണവരെന്തായാലും സെറ്റിംഗ് സ്പ്രേ അടിക്കണം. അതുപോലെ ഇങ്ങനെ തന്നെ ഇപ്പോൾ ഇത് കണ്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇറങ്ങി പോയിട്ട് നാളെ വന്നിട്ട് എൻ്റെ അടുത്ത് പറയരുത് ഒരുപാട് നേരമൊന്നും ലാസ്റ്റ് ചെയ്തില്ല, ഈ പറഞ്ഞതൊന്നും തെറ്റാണ് എന്നുള്ള രീതിയിൽ. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ബോഡിക്ക് അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിനനുസരിച്ച് ചേരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യണത്. ഇതെനിക്ക് ഓക്കെയാണ്, എൻ്റെ മേക്കപ്പൊന്നും അങ്ങനെ പോകത്തില്ല. ഞാൻ അങ്ങനെ വിയർത്തൊലിക്കുന്ന ഒരാളല്ല. അപ്പോൾ വിയർക്കുന്നത് ഒരു പ്രശ്നമാണ് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് ടച്ച് ചെയ്യേണ്ടി വരും. അതുപോലെ സെറ്റിംഗ് സ്പ്രേയും അല്ലെങ്കിൽ കോമ്പാക്റ്റോ പൗഡറൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാലേ അത് ഇരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അത് സ്വെറ്റായിട്ട് ഫുള്ള് പോകും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഇനി നിങ്ങൾ ആരും എൻ്റെ അടുത്ത് ചോദിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് തന്നെയാണ് എൻ്റെ മേക്കപ്പ്. ഇനി എന്തെങ്കിലും ഞാൻ എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന മേക്കപ്പ് എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയാണ്. അത് കുറച്ചുകൂടെ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യും, അതുപോലെ കോണ്ടോർ ചെയ്യും, ഐബ്രോസ് വരയ്ക്കുന്നതിൽ വ്യത്യാസം വരുത്തും, ഐ മേക്കപ്പിൽ വ്യത്യാസം വരുത്തും, അങ്ങനെ എല്ലാം ചെയ്യണം. എനിക്കിങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്യാൻ വയ്യ. കാരണം ഒരു തവണ ഞാനിങ്ങനെ ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എൻ്റെ സ്കിന്നിന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ കുറച്ച് പ്രൊഡക്റ്റിൽ മാത്രം ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യണ മേക്കപ്പ് വീഡിയോ മാത്രമല്ല കേട്ടോ. ഞാൻ കൂടുതലും നമ്മൾ സ്റ്റൈലിങ്ങും സാരി ഡ്രേപ്പിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചാനലിൽ ചെയ്യുന്നത്. പിന്നെ കുറേ തവണയായിട്ട് വീണ്ടും എൻ്റെ അടുത്ത് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് പറയൂ ചേച്ചി, നല്ല ഫിനിഷാണ്, നാച്ചുറൽ ഫിനിഷാണ്, മേക്കപ്പ് കാണാൻ വേണ്ടി നല്ല രസമാണ് എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു തവണ കൂടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഒരുപാട് പേര് ചോദിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.